കേസിൽ ഗൂഢാലോചന തെളിയിക്കുക, ഏത് കേസിലും ഗൂഢാലോചന തെളിയിക്കുക എന്നുള്ളത് വലിയ വെല്ലുവിളിയാണ്. അതിനനുസരിച്ചുള്ള കൃത്യമായ തെളിവുകൾ ഉണ്ടെങ്കിൽ മാത്രമേ ഗൂഢാലോചന എന്ന് പറയുന്ന കുറ്റം തെളിയിക്കാൻ സാധിക്കുകയുള്ളൂ. ഇതിനുവേണ്ടി എന്തൊക്കെ തെളിവുകളാണ് പ്രോസിക്യൂഷൻ ഹാജരാക്കിയത് എന്നുള്ളതാണ്. ഏറ്റവും ഒടുവിലായി പുറത്തു വന്നിരിക്കുന്നത് ദിലീപ് മുഖ്യമന്ത്രിക്ക്, സംഭവം നടന്ന് 3-4 ദിവസം കഴിഞ്ഞ് മുഖ്യമന്ത്രിക്ക് ഒരു കത്തയച്ചിരുന്നു. ഞാൻ വലിയ മാനസിക സമ്മർദ്ദത്തിലാണ്, എനിക്ക് കേസിനുമായി ഒരു ബന്ധവുമില്ലേ എന്ന് പറയുന്ന ഒരു കത്തായിരുന്നു അത്. അതുപോലും പ്രോസിക്യൂഷൻ, അല്ലെങ്കിൽ അതുകൂടി പ്രോസിക്യൂഷൻ ഈ തെളിവായി ഹാജരാക്കുക ചെയ്യുന്നുണ്ട്. എന്തൊക്കെ തെളിവുകളാണ് ശക്തമായി ഇക്കാര്യം തെളിയിക്കുന്നതിന് വേണ്ടി പ്രോസിക്യൂഷൻ കോടതിയിൽ ഹാജരാക്കിയത്? മുഖ്യമന്ത്രിക്ക് കത്തയച്ചതുൾപ്പെടെ, അല്ലെങ്കിൽ ചില ഫോൺ സംഭാഷണങ്ങൾ തനിക്ക് ഭീഷണിയായി ലഭിക്കുന്നു എന്നതുൾപ്പെടെ, അല്ലെങ്കിൽ ചില മാധ്യമപ്രവർത്തകർ തനിക്കെതിരെ ഗൂഢാലോചന നടത്തുന്നു എന്നതുൾപ്പെടെ ഒരു ഇരവാദം ഉന്നയിക്കുന്നതിലേക്ക് ദിലീപ് പലതവണ പോയിട്ടുണ്ട്. അത് തന്നെ അദ്ദേഹത്തിന് തിരിച്ചടിയാകുന്ന പല ഘട്ടങ്ങളും ഉണ്ടായിട്ടുണ്ട്. ഈ പ്രോസിക്യൂഷന്റെ വാദങ്ങളിൽ, അല്ലെങ്കിൽ പ്രോസിക്യൂഷൻ നോട്ട്സിൽ അത് കൃത്യമായി തന്നെ അക്കമിട്ട് നിരത്തുന്നുണ്ട്. പ്രത്യേകിച്ച് തനിക്കെതിരെ ചില ഗൂഢാലോചന നടക്കുന്നു, എല്ലാവരും തനിക്കെതിരെ, തന്നെ സംശയം മുന്നിൽ നിർത്തി ഒരു പ്രശ്നമുണ്ടാക്കുന്നു. ഞാനൊന്നും ചെയ്തില്ലേ, അല്ലെങ്കിൽ ഞാനൊന്നും അറിഞ്ഞില്ല, എന്തിനാണ് എനിക്കെതിരെ എല്ലാവരും എന്നൊരു മട്ടിലായിരുന്നു കുറേ കാലം. അങ്ങനെയായിരുന്നു, ആ ഒരു രൂപത്തിലായിരുന്നു. പക്ഷെ പോലീസ് കുറെ കൂടി വളരെ ഗൗരവമായി, അല്ലെങ്കിൽ സാഹചര്യ തെളിവുകളും ശാസ്ത്രീയ തെളിവുകളും, നേരത്തെ നടരാജ് പറഞ്ഞതുപോലെ ടവർ ലൊക്കേഷൻ ഉൾപ്പെടെ വളരെ വിശദമായി തന്നെ ശാസ്ത്രീയമായി ആ രൂപത്തിൽ അന്വേഷണം നടന്നപ്പോഴാണ്, നേരത്തെ നമ്മൾ തൊട്ടു മുമ്പ് പറഞ്ഞു, ആലുവ പോലീസ് ക്ലബ്ബിൽ മണിക്കൂറുകൾ നീണ്ട 10-14 മണിക്കൂർ നീണ്ട ഒരു ചോദ്യം ചെയ്യൽ, അതിനൊടുവിൽ പിന്നീട് കുറെ കൂടി ഈ എവിഡൻസുകളെ കോർത്ത് വെച്ച് പോലീസ് ഒരു സമഗ്ര ചിത്രം തയ്യാറാക്കിയതിനു ശേഷമാണ് അന്ന് ദിലീപ് ജൂലൈ 10 അറസ്റ്റിലാകുന്നത്. അങ്ങനെ ആ അറസ്റ്റിന് ശേഷം പിന്നീട് അങ്ങോട്ട് കുറേ അധികം കാലം ദിലീപ് ജയിലിൽ തുടരുകയും 85 ദിവസത്തോളം ആദ്യം മജിസ്ട്രേറ്റ് കോടതിയിൽ ജാമ്യം തേടി പോവുകയും, പിന്നെ മജിസ്ട്രേറ്റ് കോടതി ജാമ്യം നിഷേധിക്കുകയും ഹൈക്കോടതിയിൽ വന്ന് കർശനമായ ഉപാധികളോടുകൂടിയാണ് ഹൈക്കോടതി ജാമ്യം അനുവദിക്കുകയൊക്കെ ചെയ്തത്. അങ്ങനെ വീണ്ടും അതിനുശേഷം ഈ കേസിന്റെ വിചാരണ തുടരുന്ന ഒരു ഘട്ടമുണ്ട്. കുറേ അധികം നാളുകൾ ദിലീപ് വീണ്ടും ഈ കേസുമായി ബന്ധപ്പെട്ട് തങ്ങൾക്കിതിനകത്ത് ഒരു പ്രത്യേകിച്ച് റോളൊന്നുമില്ല എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ, മാത്രമല്ല സിനിമാ ലോകത്തും പുറത്തും കോടതിയിലും നിയമവ്യവഹാരത്തിലുമൊക്കെ കുറേ അധികം സ്വാധീനങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട്, പ്രത്യേകിച്ച് പ്രോസിക്യൂഷൻ തന്നെ ചില കാര്യങ്ങൾ കോടതിയിൽ ഉന്നയിച്ചിട്ടുണ്ട്. അതിൽ പല കാര്യങ്ങൾ ഈ ജഡ്ജിയുടെ ഭാഗത്തുനിന്ന്, അല്ലെങ്കിൽ സാക്ഷികളുടെ ഭാഗത്തുനിന്ന്, അല്ലെങ്കിൽ വിചാരണ വേളയിൽ പല കാര്യങ്ങളും കൂടുതൽ സങ്കീർണമാകുന്ന തരത്തിലേക്ക്, അങ്ങനെ കുറേ അധികം കാര്യങ്ങൾ ഉന്നയിക്കപ്പെട്ട ഒരു കേസ് കൂടിയാണ്. ആ നിലയ്ക്ക് സ്വാഭാവികമായും ഒരു കഴിഞ്ഞ 8 വർഷത്തെ നീതിക്ക് വേണ്ടിയുള്ള ഒരു പോരാട്ടം എന്നുള്ള നിലയ്ക്ക്, അല്ലെങ്കിൽ അതിജീവിതയുടെ കാത്തിരിപ്പുകൾ, അല്ലെങ്കിൽ ഒരു കുറെ കൂടി ബോൾഡായ ഒരു സ്ത്രീ എന്ന് മലയാള സിനിമ അടയാളപ്പെടുത്തിയ പൊതുസമൂഹം, കാര്യം ഇപ്പോൾ ഇന്നലെ WCC എടുത്ത പോസ്റ്റ് പോലും നോക്കിയാൽ അറിയാം, അത്രയധികം ദിനരാത്രങ്ങൾ എന്ന് പറയുന്നത് വെറുതെ കടന്നുപോയതല്ല, കൃത്യമായ ഒരു സ്റ്റാൻഡ് എടുത്തതിന്റെ പേരിൽ, അല്ലെങ്കിൽ കർശനമായി നേരത്തെ ഷുക്കൂറും നിതിൻ സേവ്യറും ഒക്കെ സൂചിപ്പിച്ചതുപോലെ ഏത് നിലക്കെങ്കിലും ഇത് ഒരു കോംപ്രമൈസിന്റെ, അല്ലെങ്കിൽ ഒരു അനുനയത്തിന്റെ രൂപത്തിലേക്ക് പോകാമായിരുന്ന ഒരു കേസാണ്. എന്നിട്ട് പോലും കൃത്യമായി ചില കാര്യങ്ങൾ കൃത്യമായി തന്നെ പറയാനുണ്ട് എന്ന് പറഞ്ഞ പരാതിയുമായി കേസുമായി മുന്നോട്ട് പോകാൻ പല ഘട്ടങ്ങളിലും സംസ്ഥാന സർക്കാർ നിയോഗിച്ച സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർമാർ വരെ രാജിവെച്ചു പോയ 2 ഘട്ടങ്ങളുണ്ട്. അത് ഈ കോടതിക്കകത്ത് നടക്കുന്നത്, ഇതിന്റെ വിചാരണ വേളയിൽ ഉണ്ടായിട്ടുള്ള അവഹേളനങ്ങളും, അല്ലെങ്കിൽ ഈ കൃത്യമായ തങ്ങൾക്ക് പറയാനുള്ളത് കൃത്യമായി കേൾക്കപ്പെടുന്നില്ല, അത് കൃത്യമായി രജിസ്റ്റർ ആവുന്നില്ല, അത് വേറെ രൂപത്തിൽ തന്നെ അവഹേളനമായി തിരിച്ചു വരുന്നു എന്നതുൾപ്പെടെയുള്ള 2 പബ്ലിക് പ്രോസിക്യൂട്ടർമാരാണ് രാജിവെച്ചു പോയത്. പിന്നീട് ഏറ്റവും ഒടുവിൽ അജകുമാർ, അദ്ദേഹം അല്പസമയത്തിനകം കോടതിയിലെത്തും. അദ്ദേഹത്തിന്റെ കാലത്താണ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഈ വിചാരണ, മൂന്നാമതൊരു സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ വന്നാണ് ഈ വിചാരണ പൂർത്തിയാകുന്നത്. അപ്പൊ നോക്കൂ, 2017 മുതൽ ഇങ്ങോട്ട് കുറേയധികം കാലം ആദ്യം ഒരു കുറ്റപത്രം സമർപ്പിക്കുന്നു. അതിൽ ആദ്യം ദിലീപ് ഉൾപ്പെടെയുള്ള ആളുകൾ ചിത്രത്തിലില്ല. പിന്നീട് അന്ന് പൾസർ സുനിയും ആദ്യം അറസ്റ്റിലായ ഏതാനും പേരാണ്. അതിനുശേഷം അത് കുറെ കൂടി കഴിഞ്ഞ് ദിലീപിന്റെ അറസ്റ്റും ഒക്കെ കഴിഞ്ഞതിന് ശേഷമാണ് രണ്ടാമത് ദിലീപിനെ കൂടി ഗൂഢാലോചന കുറ്റം ഉൾപ്പെടെ ചുമത്തി, നേരത്തെ നൗഫൽ സൂചിപ്പിച്ച പോലെ ഗൂഢാലോചന കുറ്റം ഉൾപ്പെടെ ചുമത്തി ദിലീപ് അറസ്റ്റിലാകുന്നത്. അതിനുശേഷം ആ കുറ്റപത്രത്തിലും അങ്ങനെ തന്നെയാണ് 376D വകുപ്പാണ് മറ്റുള്ള പ്രതികൾക്കെതിരെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വകുപ്പായി ചുമത്തിയിരിക്കുന്നത്. പൾസർ സുനി ഉൾപ്പെടെയുള്ള കുറ്റബലാത്സംഗം, റേപ്പ് ഉൾപ്പെടെയുള്ള വകുപ്പുകളാണ് അതിനകത്ത് പ്രതിപാദിക്കുന്നത്. ദിലീപിനെതിരെ ആ കുറ്റവും നിലനിൽക്കും. പക്ഷേ
ദിലീപ് കൺവിക്റ്റഡ് ആണെന്ന് കണ്ടാൽ മാത്രമാണ് ആ കുറ്റം 120A-യും 120B-യും ഒക്കെയുള്ള ഗൂഢാലോചന കുറ്റങ്ങൾ അത് വളരെ ശക്തമായി തന്നെ പ്രോസിക്യൂഷന്റെ എവിഡൻസിനകത്ത് കുറേയധികം വളരെ സ്ട്രോങ് ആണ് പ്രോസിക്യൂഷന്റെ ഭാഗം എന്ന് പറയുന്നത്. പക്ഷേ അത്ര കണ്ട് സ്ട്രോങ് ആയിരുന്നു ഡിഫൻസ് ഉണ്ടായിട്ടുള്ളത് എന്നുകൂടി പറയാതെ വയ്യ. അങ്ങനെ ഈ ഡിഫൻസും പ്രോസിക്യൂഷനും തമ്മിൽ വളരെ സ്ട്രോങ് ആയി ഏറ്റുമുട്ടി, അല്ലെങ്കിൽ രണ്ട് ഭാഗവും ദിവസങ്ങളോളം വിചാരണ നടത്തപ്പെട്ട ഒരു കേസ് എന്നുള്ള നിലയ്ക്ക് കൂടി രണ്ട് ഭാഗത്തും കുറേയധികം വാദങ്ങൾ, അല്ലെങ്കിൽ ക്രോസ് വിസ്താരം ഉൾപ്പെടെ ഏറ്റവും സാക്ഷി വിസ്താരം മണിക്കൂറുകൾ നീണ്ട, ദിവസങ്ങൾ നീണ്ട, വർഷങ്ങൾ നീണ്ട ഒരു കേസ് എന്നുള്ള നിലയ്ക്ക് അത് തെളിയിക്കപ്പെട്ടാൽ, നേരത്തെ നൗഫൽ പറഞ്ഞതുപോലെ ഗൂഢാലോചന തെളിയിക്കപ്പെട്ടാൽ, നേരത്തെ ഷുക്കൂർ പറഞ്ഞത് വെച്ചതുപോലെ മലയാള സിനിമയുടെ ചരിത്രത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അടയാളപ്പെടുത്തലായി ഈ വിചാരണയും വിധിയും ഒക്കെ മാറുമെന്ന കാര്യത്തിൽ സംശയമില്ല.